എല്ലാവർക്കും ഈദ് മുബാറക്. ഇവിടെ അമേരിക്കയിൽ ഞായറാഴ്ചയാണ് പെരുന്നാൾ. അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിൽ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. 8 മണിക്കാണ് നിസ്കാരം. അപ്പോൾ തന്നെ തുടങ്ങും, പോകാം. നമ്മൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേനും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിൽ. അങ്ങനെ അതേ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഈ പള്ളി ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ ഈ നോമ്പിനൊരു വെള്ളിയാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പള്ളിയിൽ വന്നതിൻ്റെ. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. വണ്ടി ഇടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് സ്ത്രീകൾ വേറൊരു വഴി കൂടിയാണ് പള്ളിയുടെ അകത്തേക്ക് കയറുന്നത്. നമ്മൾ അന്ന് പോയ വഴിയല്ല. അങ്ങനെ നമ്മളങ്ങനെ പള്ളിയുടെ അകത്ത് കയറി. കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പല പല രാജ്യങ്ങളിലുള്ള ആളുകളാണ് കേട്ടോ ഈ ഇരിക്കണ എല്ലാവരും. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈദ് മുബാറക്ക് പറഞ്ഞ് കെട്ടിപ്പിടിക്കണ ഒരു സീനാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഇവിടെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ലഡു, പേട, ഗുലാം ജാം, പിന്നെ അത് കൂടാതെ നമുക്കറിയാത്തതായിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാത്രത്തിലെടുത്തിട്ട് ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ആണ് കഴിക്കണം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ അത് കൂടാതെ കോഫിയും പിന്നെ അതുപോലെ നല്ല ചൂടൻ സമൂസയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നിസ്കരിക്കാൻ, സ്ത്രീകളുടെ ഭാഗത്തായാലും പുരുഷന്മാരുടെ ഭാഗത്തായാലും. ഗെയ്സ്, ഞാൻ ചെയ്ത് കണ്ട ഒക്കെ എടുത്ത് കെട്ടിപ്പോയിട്ട് പതുക്കെ കഴിക്കാമല്ലോ. അവിടെ വല്ലാത്ത തിക്കും തിരക്കും, എങ്ങനെ കഴിക്കാനാണ്. കുറേ സമൂസയൊക്കെ ഉണ്ട്. വലിയ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ് നമ്മുടെ ആ ഒരു ചൊവ്വയല്ല സമൂസക്കൊക്കെ. എന്നാലും കുഴപ്പമില്ല, നല്ല ചൂട് സമൂസയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് ഇതേ പാത്തൂന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാത്തൂന് മാത്രമല്ല റാസിനും പിള്ളേർക്കൊക്കെ അവരിങ്ങനെ ഇങ്ങനെ പൊതികൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് നോക്കിയപ്പോഴത്തേനും പിള്ളേർക്ക് ഇഷ്ടമായിട്ടുള്ള കുറേ ഇങ്ങനെ ഈ ചീറ്റ് ഹൗസും പിന്നെ അതുപോലെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്തായാലും പാത്തു വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയിലും ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പം മുട്ടങ്കറിയാണ്. പോകുന്നതിന് മുമ്പ് നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചാരണം. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ അങ്ങനെ കഴിക്കാൻ പറ്റി. ഞങ്ങളിതേ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈദ് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ തവണ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കൂടിയില്ലേ. അപ്പോൾ ആ ഒരു കൂട്ടായ്മ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ആ പെരുന്നാളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളതെന്നും എല്ലാവരെയും കാണുകയൊക്കെ ചെയ്യാമല്ലോ. നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഇന്നത്തെ നമ്മുടെ പെരുന്നാളാഘോഷം നമ്മളെന്നാ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്. 2 സൈഡിലും ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കണേണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്, നല്ല രസമുണ്ട്. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ വീടുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടായിരുന്നേ. നമ്മൾ പോകാത്തൊരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. കാര്യം ന്യൂജേഴ്സിയിൽ തന്നെയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാണാത്ത എന്തോരം സ്ഥലങ്ങളാണല്ലേ ഇനിയും ഉള്ളത്. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹോള്. അപ്പോൾ 11:30 കേട്ടോ ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നൊരു 250 പേരോളം ഉണ്ടായിരുന്നു ഇത് ആഘോഷിക്കാനായിട്ട്. വലിയൊരു ഹോളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുഹർ ബാങ്ക് കൊടുക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിപ്പോൾ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് നിസ്കരിക്കാനുള്ള സൗകര്യം പിന്നെ ഇത് കണ്ടില്ലേ, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഡെക്കറേറ്റ് ഇവിടെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോളിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു.
വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക്, സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാവരും പരസ്പരം ഇങ്ങനെ പരിചയപ്പെടുന്ന ഒരു തിരക്കിലാണ്. കാരണം വെച്ചാൽ വല്ലപ്പോഴൊക്കെയല്ലേ കാണുള്ളൂ. പിന്നെ മാത്രമല്ല ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ ഈ നാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ എല്ലാവരും ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം ഒരു പരിചയപ്പെടുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും. ഇതിൻ്റെ ഇടയിൽ ലുഹർ ബാങ്ക് കൊടുത്തു. എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ലുഹറൊക്കെ നിസ്കരിച്ചു. അതിന് ശേഷമാണ് പിന്നെ ഫുഡ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വയറില്ലാത്ത കുറ്റം ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി കേരളീയ ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊറോട്ട, അപ്പം, ബീഫ് കറി, പാസ്ത, വെറിഞ്ചോറ്, സാമ്പാർ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇത്രയും ദിവസം നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും ഒരു കേരളീയ ടച്ച് ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇന്നത്തെ ഫുഡ് എന്തായാലും എത്ര നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും കഴിച്ചു പോകും കേട്ടോ. അത്രമാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മട്ടൻ ബിരിയാണിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ അതേ കേരളീയ ഒരു ടേസ്റ്റും ആ മണവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ഫുഡുകളെല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ബിസ്ക്കറ്റും കാര്യങ്ങളും ചോക്ലേറ്റുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ഐസ്ക്രീം, പായസം, അങ്ങനെ എല്ലാ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ അച്ചാറായിരുന്നു കേട്ടോ. ബിരിയാണിയുടെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ അച്ചാർ, സാലഡ്, ഇതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇത് പായസമാണ്, സേമിയ പായസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കളക്ട് ചെയ്ത് വന്ന് കഴിക്കാൻ പോയി. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കണത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നത് ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ജാമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പൊറോട്ട, അപ്പം എല്ലാം ഏത് ഫുഡാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഏതാണ് എടുത്തെടുത്തൊന്നും പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എല്ലാവരും അങ്ങനെ ഇരുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇന്നത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ചേരാൻ പറ്റുമെന്നും ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെ കൂടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നീട് നമ്മളെല്ലാവരും കൂടി ഇന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ലേഡീസ് മാത്രമായിട്ടൊക്കെ നിന്ന് അങ്ങനെ ഫോട്ടോസ് എടുത്തു. പിന്നെ അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ടും ഒറ്റക്കായിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ ഇന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു എന്താ പറയുക ഇവരുടെ കൂടെ കൂടാനും ഒക്കെ സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഒറ്റക്ക് മാറി നിൽക്കാനോ ഒന്നും സമ്മതിക്കാതെ അവരുടെ കൂടെ കൂട്ടാനും ഒക്കെ ഒരു ഭയങ്കര സ്നേഹമുള്ള ഉണ്ട് എല്ലാവരും. നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചില്ല എങ്ങനെയൊക്കെ ഇവരുടെ കൂടെ കൂടാൻ പറ്റുമെന്നൊക്കെ. അത്രയ്ക്ക് വളരെ സ്നേഹമുള്ള ഒരു ഗ്രൂപ്പാണിത്. ന്യൂജേഴ്സിയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു അത്ഭുതം തോന്നും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയും ഇതുപോലത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഇന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണതൊക്കെയാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതായത് കുറേ കോമ്പറ്റീഷനൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടും വലിയവർക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ കോമ്പറ്റീഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. മൈലാഞ്ചി ഇടൽ മത്സരം, പിന്നെ അതുപോലെ ക്വിസ് പ്രോഗ്രാം, പിന്നെ അതുപോലെ പാട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഫുള്ളും ബിസി ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഒട്ടും നമ്മുടെ നാടിനെ അങ്ങനെ മിസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒത്തുചേരൽ. Shawwal is the which month? To follow the sunnah of our Prophet Muhammad sallallahu alaihi wasallam, to avoid being. മൊബൈലിലൂടെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ക്വിസ് പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേർക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ക്വിസ് പ്രോഗ്രാമായിരുന്നു. ഒരു കുട്ടിക്കാണ് കേട്ടോ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ നേരെ കാണുന്ന ഒരു കുട്ടിക്കാണ്. മക്കാമാണൽ തട്ടിപ്പൊക്കെ ഞെട്ടിച്ച അക്കാറിൻ ഹരിഹ
അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേ പാത്തൂന് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാത്തൂന് മാത്രമല്ല റാസിനും പിള്ളേർക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളും കാർഡും അതൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്തായാലും പാത്തു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ഇവർക്ക് ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ അതേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. 2 ഫ്ലേവറിലായിട്ടുള്ള ഐസ്ക്രീമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫുഡുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്കാണ്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഇതേ പഴംപൊരി ചായ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തേക്കും സമയം ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഒരുവിധം എല്ലാം പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. എന്തായാലും ഇന്നത്തെ ഒരു പെരുന്നാൾ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റൂല. അതിന് മാത്രം അടിപൊളിയായിരുന്നു. രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും ഒക്കെ ഫുള്ള് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നമ്മളെ നാടിനെ മിസ് ചെയ്യാത്ത രീതിയിലാണ് ഓരോ പരിപാടികളും കൂട്ടായ്മയും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെയൊക്കെ പെരുന്നാളും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട വീടുകളാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ ഒരു വീട് അങ്ങനെ വളരെ ഇങ്ങനെ അകത്തിയാണ്ടോ ഓരോ വീടുകളും. ഇതിനൊക്കെ എങ്ങനെയാണ് വർണ്ണിക്കാമെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. അമേരിക്കയിലെ പുതിയ കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.